ട്രേഡിങ്ങിന് നിങ്ങൾ പണം നിക്ഷേപിക്കും, നിങ്ങൾക്ക് ഒറ്റയടിക്ക് ലക്ഷപ്രഭുവാവാം, കോടീശ്വരനാകാം, ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ കേൾക്കുന്നു. പലരും ആ വാഗ്ദാനങ്ങളിൽ പെട്ടുപോകുന്നുമുണ്ട്. എന്താണ് ഈ ഒരു ട്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്തരം കോളുകളോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ഏത് സ്ഥലത്ത് ജീവിക്കുന്നോ ആ സ്ഥലത്തെ നിയമാനുസൃതമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഓഹരിയിലാവട്ടെ കമ്മോഡിറ്റിയിലാവട്ടെ ഒന്നും തന്നെ ട്രേഡിംഗ് ചെയ്ത് ഒരു ദിവസം കൊണ്ട് പണക്കാരനാവാൻ സാധിക്കില്ല. ട്രേഡിംഗ് ചെയ്യുക എന്ന് പറയുന്നത് ഓഹരിയോ കമ്മോഡിറ്റിയോ വാങ്ങിക്കുക, ആ വാങ്ങിക്കുന്നത് നമ്മുടെ കയ്യിൽ എത്രയാണോ പൈസ ഉള്ളത് അതിനേക്കാൾ കൂടുതൽ എമൗണ്ടിന് മേടിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഡേ ട്രേഡിംഗ് ഒരു ദിവസത്തിൽ തന്നെ പലതവണ വാങ്ങുന്നു വിൽക്കുന്നു, ഇങ്ങനെയുള്ളതാണ് സംഭവിക്കുന്നത്. ഈ വിളിക്കുന്ന ആളുകളെല്ലാം $5000 മുടക്കിയാൽ മതി എന്നെല്ലാം പറഞ്ഞായിരിക്കും വിളിക്കുന്നത്. $5000 മുടക്കി അങ്ങനെ ആ വിളിക്കുന്നവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 5000-നായിരിക്കില്ല എന്താണോ വാങ്ങിക്കുന്നത് അത് 5 ഇരട്ടിക്കായിരിക്കും അല്ലെങ്കിൽ 10 ഇരട്ടിക്കായിരിക്കും വാങ്ങിക്കുക. അപ്പോൾ ആ ഒരു ദിവസം 10% ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 5000-ൻ്റെ മുകളിലല്ല ഗ്രോത്ത് ഉണ്ടാവുന്നത്, ചിലപ്പോൾ 50,000-ൻ്റെ മുകളിലായിരിക്കും ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ വളരെ ഹാപ്പി ആയിരിക്കും ആളുകൾ. ചിലപ്പോൾ ഈ വിളിച്ച് നമ്മളോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിലുള്ള ചിത്രമായിരിക്കില്ല നമുക്ക് കാണിച്ചു തരിക. ആർട്ടിഫിഷ്യലായിട്ട് ഒരു ട്രേഡ് നടന്നു എന്ന് കാണിച്ച് നമുക്ക് ഒരു കൂടുതൽ ചെയ്യാനുള്ള മോട്ടിവേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുക. എങ്ങനെ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ ഇതേ സന്ദർഭത്തിൽ 10% കൂടുതൽ വർധനവുണ്ടായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു ദിവസം നമ്മൾ ചെയ്യുമ്പോൾ 10% കുത്തിനെ താഴോട്ട് വന്നൊന്നും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മുതൽ 5000 ഉണ്ടാവുള്ളൂ, പക്ഷേ 45,000 അവരുടെ പൈസ ആയിരിക്കും. അപ്പോൾ നഷ്ടം വരുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 5000-ലേക്കാൾ എത്രയോ കൂടുതലാണ് നഷ്ടം വരുന്നത്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഇതിൻ്റെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തു പോകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിൽ നിന്ന് അത്രയും എമൗണ്ട് ഡെബിറ്റായി പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് ഒരിക്കലും നമ്മൾ ചെയ്യരുത്